രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി സർക്കാരും ഒരു ഏടാകൂടത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് അറിഞ്ഞ പാടെ ബാർ മുതലാളിമാരും മദ്യ വ്യവസായികളും സടകുടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞു. ഇതുവരെയൊക്കെ മദ്യനയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കഴിഞ്ഞ 8 വർഷങ്ങളായി നടത്തിയിരുന്നില്ല. 2016 അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പോലും UDF സർക്കാരിന്റെ തുടർച്ചയെന്ന രീതിയിൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തും എന്ന ചില പ്രതീക്ഷകളൊക്കെയാണ് വെച്ച് പുലർത്തിയിരുന്നത്. അത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ബാറുകളുടെ ഏതാണ്ട് 4 ഇരട്ടിയോളം ബാറുകളാണ് കഴിഞ്ഞ 8 വർഷങ്ങളായി കേരളത്തിൽ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദ്യനയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള കാഴ്ചപ്പാട് UDFന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ മദ്യ വ്യവസായികളൊക്കെ അത് എങ്ങനെയെങ്കിലും അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇപ്പോൾ പരക്കെ കേരളമാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാർ മുതലാളിമാരുടെ സംഘടനയായ ബാർ മുതലാളി കേരള സംഘടനയുടെ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ഒരു ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് 48 മണിക്കൂറുകൾക്ക് മുൻപ് അയച്ചത് ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, സർക്കാർ നമുക്ക് ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ മദ്യനയത്തിൽ വരുത്താൻ പോകുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി അതിനെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ മറിച്ച് തിരിച്ച് സഹായിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വീതം എല്ലാവരും സംഭാവനയായി നൽകണമെന്ന് പച്ചയായ ഭാഷയിൽ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് വ്യാപകമായി ശബ്ദ സന്ദേശം അയച്ചത് പൊതുസമൂഹവും മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരണത്തേറ്റ ഒരടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായ ശ്രീ MB രാജേഷ് ഉടനടി തന്നെ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഈ ശബ്ദ സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇതിനകത്ത് സർക്കാരിന് യാതൊരു പങ്കുമില്ല. ഇതിൽ ബന്ധപ്പെട്ട ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം DGPയോട് ആവശ്യപ്പെട്ട് മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. എന്തായാലും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഈ ഒരു ശബ്ദ സന്ദേശം ഇടുക്കിയിലെ പ്രസിഡന്റ് പുറപ്പെടുവിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി അറിയാതെ ആയിരിക്കുകയില്ല, CPM അറിയാതെ ഇങ്ങനൊരു ശബ്ദ സന്ദേശം പോവുകയില്ല, ഇതൊരു ഒത്തുകളിയാണ് എന്നാണ് അസന്നിഗ്ധമായ ഭാഷയിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ഓരോന്നായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറം പറ്റുന്നത് പോലെ ആയി എന്ന് വേണം പറയാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നപ്പോൾ ബാർ കോഴ എന്ന് പറയുന്ന വിവാദം സൃഷ്ടിച്ച രാഷ്ട്രീയ കോലാഹലങ്ങൾ, അന്നത്തെ പ്രധാനപ്പെട്ട ഇതിനകത്തെ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കപ്പെട്ടത് പരിണതപ്രജ്ഞനായ കേരളത്തിന്റെ എക്കാലവും ആദരിക്കുന്ന ധനമന്ത്രിയായിരുന്ന ശ്രീ KM മാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട്. അദ്ദേഹം കോടിക്കണക്കിന് ശതകോടികൾ ബാർ മുതലാളിമാരിൽ നിന്ന് വാങ്ങി. അങ്ങനെ ചില ബാർ മുതലാളിമാർ നേരിട്ടിറങ്ങി ശ്രീ മാണിക്കെതിരായി മൊഴി കൊടുക്കുകയൊക്കെ ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവർ ഒരുപക്ഷെ അന്ന് വിചാരിച്ചില്ല അവർ ഭരണപക്ഷത്തിൽ എത്തുമെന്ന്. എന്നാൽ ഇന്ന് അവർ ഭരണപക്ഷത്തിലെത്തിയപ്പോൾ അത് തന്നെ ആവർത്തിക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനോടകം തന്നെ
മാധ്യമങ്ങളിലൂടെ ചോദിച്ചു കഴിഞ്ഞു, ഇപ്പോൾ നോട്ടെല്ലാം എന്താ ശ്രീ MP രാജേഷിന്റെ വീട്ടിലാണോ അതോ AKG സെന്ററിലാണോ വെച്ചിരിക്കുന്നതെന്ന് പച്ചയായി അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു. ഈ വരുന്ന നയമാറ്റം കൊണ്ട് പ്രധാനമായി സർക്കാർ ഉദ്ദേശിക്കുന്നത് മദ്യ വിൽപ്പന വ്യാപകമാക്കുക എന്നതാണ്. കേരളത്തിൽ 2 അംഗീകൃതമായ ഏജൻസികളാണ് മദ്യം വിതരണം ചെയ്യുന്നത്. ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും. ഇവരാണ് എല്ലാ ബാറുകൾക്കും മദ്യം വിതരണം ചെയ്യുന്നത്. എന്നാൽ അതിനിടയിലും ഈ മദ്യ ഉൽപാദന കമ്പനികൾ വില കുറഞ്ഞതായ മദ്യം, സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നതായ മദ്യം പിൻവാതിലിലൂടെ ബാറിൽ ഏൽപ്പിക്കുകയും അതിൽ നിന്ന് കോടികൾ ലാഭം കൊയ്യുകയും ചെയ്യുക എന്ന ഒരു രഹസ്യ ഇടപാടും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മദ്യനയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം ടൂറിസത്തിന്റെയും വിദേശ വ്യവസായത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞാണ്. IT പാർക്കുകളിലെല്ലാം ബാർ അനുവദിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായി നയം മാറ്റമായി പുതിയതായി രംഗത്ത് വരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെയാണ് വർഷങ്ങളായി നമ്മൾ ആചരിച്ചിരുന്ന എല്ലാ മാസത്തിന്റെയും 1-ാം ദിവസമായ ഡ്രൈ ഡേ എന്ന് പറയുന്നത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ 2 മാറ്റങ്ങൾ കോടികളുടെ ലാഭമാണ് മദ്യ വ്യവസായികൾക്കും ബാർ മുതലാളിമാർക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ തീരുമാനം ബലപ്പെടണമെന്നുണ്ടെങ്കിൽ, നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ പ്രീണിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന് എക്കാലവും മനസ്സിലാക്കുന്ന മദ്യരാജാക്കന്മാരാണ് ഇപ്പോൾ പണം സ്വരൂപിക്കുന്നതിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എത്രയെല്ലാം പ്രതിരോധം സർക്കാർ സൃഷ്ടിച്ചാലും സർക്കാരിന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന കറുത്ത പാട് അവിടെ തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോൾ നാളുകൾ ഏറെയാകും. ഇപ്പോൾ അടിയന്തരമായി ഈ IT പാർക്കുകളിലെല്ലാം പബ് തുടങ്ങുന്നതിനുള്ള, പബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ മദ്യം വിളമ്പുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ്. IT പാർക്കുകളിലൊക്കെ രാപകലില്ലാതെ ജോലി ചെയ്യുന്ന യുവതീ യുവാക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ മദ്യഷാപ്പുകൾ അനുവദിക്കുക എന്ന് പറയുന്നത് എത്ര അധാർമികമാണ് എന്ന ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ വെറും പണം സ്വരൂപിക്കുക, ഏത് മാർഗത്തിലൂടെയും, ഏത് ഹീനമായ മാർഗത്തിലൂടെയും പണം സമ്പാദിക്കുക എന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള പൊതുവികാരം ഉണർത്തുന്നതിന് ഏറെ സഹായിക്കുന്നുണ്ട് എന്ന സത്യം നാം വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആദ്യം തീരുമാനിച്ചത് ഒന്നുകിൽ ബെവ്കോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ് നേരിട്ട് IT പാർക്കുകളിൽ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, അതുപോലെ എറണാകുളത്തെ ഇൻഫോ പാർക്ക് തുടങ്ങിയതായ IT പാർക്കുകളിൽ അവർ തന്നെ നേരിട്ട് മദ്യവ്യാപാരം നടത്താമെന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇതും ബാർ മുതലാളിമാർക്ക് കൊടുക്കാൻ പോവുകയാണ് അത്രേ. അതാത് പ്രദേശങ്ങളിലുള്ള ബാർ മുതലാളിമാർ തന്നെ ഈ വ്യവസായം IT പാർക്കുകളിൽ നടത്താനായി അനുവാദം കൊടുക്കുമ്പോൾ അവർ നേടാൻ പോകുന്നതായ കോടിക്കണക്കിന് രൂപയുടെ ലാഭം എത്രയാണെന്ന് നിർണയിക്കുക വയ്യ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അത്യന്തം ഗുരുതരമാണ്, വളരെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ധാർമ്മികത ചോദ്യം ചെയ്യുന്നതാണ്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടിരിക്കുന്ന ഏടാകൂടം ചെറുതല്ല, ഒരു ഊരാക്കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ മുഖം മിനുക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ ചീത്തപ്പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൽ നിന്നോ മായാൻ പോകുന്നില്ല, മറയാൻ പോകുന്നില്ല. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പുനശ്ചിന്തനം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. ഇതൊരു വലിയ വിവാദ വിഷയമായി നിയമസഭാ വേദിയിൽ ഉണ്ടാകും. അതിന്റെ തുടക്കമെന്ന രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചർച്ച ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഇത് പിണറായി സർക്കാരിനേറ്റ മറ്റൊരു മുഖത്തേറ്റ ആയിരിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇത് വീണ്ടും പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയ്ക്ക് വരികയാണ്. അടിസ്ഥാനപരമായി ഇതിനകത്തുള്ള ധാർമ്മിക പ്രശ്നമുണ്ട്. കൂടുതൽ മദ്യശാലകൾ തുറക്കുന്നത്, ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് പറയുന്ന പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള ഒരു പിന്നാക്കം പോക്കാണ്, ഒരു പുറകോട്ടുള്ള യാത്രയാണ്. അതൊരിക്കലും കേരളത്തിലെ പരിഷ്കൃത സമൂഹം, സദാചാര ബോധമുള്ള സമൂഹം അംഗീകരിക്കുകയില്ല. ഏത് മാർഗത്തിലൂടെയും പണം സ്വരൂപിക്കുക എന്ന് പറയുന്ന ഹീനമായ, അത്യന്തം നീചമായ, അധാർമികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ
പൊതുസമൂഹം കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതുന്നത് ശരിയല്ല. ഏതായാലും പ്രതിരോധം സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളൊക്കെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ MP രാജേഷ് തന്നെ വളരെ വാചാലനായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അറിവോടുകൂടി ഒന്നും സംഭവിച്ചതല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ പ്രചാരം വന്നിരിക്കുന്നതായിട്ടുള്ള ഈ ബാർ മുതലാളിമാരുടെ സംഘടനയിലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് തന്നെ ഇതുവരെ ഈ നിമിഷം വരെ ആ വാർത്ത നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അത് വൈറലായിരിക്കുന്നു. അവരുടെ സംഘടനകളൊക്കെ തള്ളി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വളരെ ഗൗരവമായി പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കും. ഇതിന് മറുപടി പറയുവാനുള്ള ബാധ്യത പിണറായി സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വീരശൂര പരാക്രമിയായ ശ്രീ MP രാജേഷിനുണ്ടാകും. അവരൊക്കെ ഒരു കാലത്ത് DYFI നേതാക്കന്മാരായി ചോരച്ചാലുകൾ നീന്തി കടന്നു വന്ന അധികാരത്തിൽ വന്നവരാണ് MP രാജേഷും P രാജീവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഈ M സ്വരാജ് പോലുള്ള മുൻ MLA-മാരും. അപ്പോൾ അവർ നീന്തി വന്നത് ഇതിനായിരുന്നു എന്ന ചോദ്യത്തിന് അവർ വൈകാതെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാകും. ബഹുമാന്യനായ KM മാണിയുടെ ആത്മാവിനോട് ഇവർ മാപ്പ് പറയണം, ക്ഷമ ചോദിക്കണം. ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാന്യനായ ധനകാര്യമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ പോലും അദ്ദേഹത്തെ ശാരീരികമായി തടഞ്ഞ് നിയമസഭാ വേദിയിൽ ഉണ്ടാക്കിയ ബഹളം, ആ ബഹളത്തിലെ ആ ചവിട്ട് നാടകത്തിലെ അഭിനേതാക്കളായിട്ടുള്ള ഒരാൾ ഇന്ന് സംസ്ഥാനത്ത് മന്ത്രിയാണ്, മറ്റൊരാൾ ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, മറ്റൊരാൾ നോർക്കയുടെ വൈസ് ചെയർമാനാണ്. അങ്ങനെ വലിയ വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുള്ള ബഹുമാന്യനായ ഈ KM മാണിയെ ശാരീരികമായി പോലും തടഞ്ഞതായിട്ടുള്ള ആളുകൾ വെച്ചടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ പുരോഗമനത്തിന്റെ പാതയെന്ന് അവരിൽ ചില ആളുകൾ ധരിച്ചു പോയാൽ അവരെയും കുറ്റം പറയാനാവുകയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വളരെ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വിധേയമാകും. ഇപ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഇത് സത്യം എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞല്ലാതെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ഏറ്റിരിക്കുന്ന കളങ്കത്തിൽ നിന്ന് മാറി നിൽക്കാനായി സാധ്യമല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത.